കായംകുളം ചെറാവള്ളിയിൽ റെയിൽവേയുടെ കരാർ പണിക്കായി വന്ന തമിഴ്നാട് സ്വദേശിയെ തട്ടിക്കൊണ്ടുപോയി ദേഹോപദ്രവം ഏൽപ്പിച്ച് ലക്ഷങ്ങൾ കവർന്ന കേസിലെ പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. തമിഴ്നാട് കന്യാകുമാരി സ്വദേശിയും ചെറാവള്ളിയിൽ വാടകയ്ക്ക് താമസിച്ചു വരുന്ന ആളുമായ വൈസലിനെ തട്ടിക്കൊണ്ടുപോയി ദേഹോപദ്രവം ഏൽപ്പിച്ച് പണം തട്ടിയ മുഹമ്മദ് ഇബ്നു സിരീൻ, മാഹീൻ, ആഷിഖ് എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തിയത്. കായംകുളം ചേരാവള്ളിയിൽ റെയിൽവേയുടെ കരാർ പണിക്കായി എത്തിയ തമിഴ്നാട് സ്വദേശിയെ തട്ടിക്കൊണ്ടുപോയി ദേഹോപദ്രവം ഏൽപ്പിച്ച് ലക്ഷങ്ങൾ കവർന്ന കേസിലെ പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. തമിഴ്നാട് കന്യാകുമാരി സ്വദേശിയും ചേരാവള്ളിയിൽ വാടകയ്ക്ക് താമസിച്ചു വരുന്ന ആളുമായ വൈസലിനെ തട്ടിക്കൊണ്ടുപോയി ദേഹോപദ്രവം ഏൽപ്പിച്ച് പണം തട്ടിയ കേസിലാണ് പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തിയത്. ചേരാവള്ളിയിലെ വാടക വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി കത്തി ഉപയോഗിച്ച് വൈസലിനെ ആക്രമിച്ച ശേഷം പേഴ്സ് തട്ടിയെടുക്കുകയും വൈസലിന്റെ മൊബൈൽ ഫോൺ ബലമായി പിടിച്ചു വാങ്ങി ഭീഷണിപ്പെടുത്തി പിൻ നമ്പർ വാങ്ങി ലക്ഷങ്ങൾ അക്കൗണ്ടിൽ നിന്നും സംഘം പിൻവലിക്കുകയുമായിരുന്നു. കേസിൽ ഒന്നാം പ്രതി കായംകുളത്തെ കുപ്രസിദ്ധ ഗുണ്ടയായ പെരിങ്ങാല കൊച്ചാലുമൂട്ടിൽ പടിയിറ്റതിൽ മുഹമ്മദ് ഇബ്നു സരീൻ, 2-3 പ്രതികളായ കീരിക്കാട് മലമേൽ ഭാഗം കാട്ടുപറമ്പിൽ വീട്ടിൽ മാഹിൻ, കണ്ടല്ലൂർ പുതിയവിള പ്ലാക്കീടിൽ പുത്തൻ വീട്ടിൽ ആഷിഖ് എന്നിവരെയാണ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തിയത്. പ്രതികൾ കായംകുളം SPയുടെ ATMിൽ നിന്നും വൈസലിന്റെ ATM കാർഡ് ഉപയോഗിച്ച് പണം പിൻവലിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. കായംകുളം പോലീസ് സ്റ്റേഷനിൽ പൊതുമുതൽ നശിപ്പിച്ചതിനും വാഹനയാത്രക്കാരെ തോക്കുചൂണ്ടി ഭീഷണിപ്പെടുത്തിയതിനും ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയാണ് മുഹമ്മദ് ഇബ്നു സരീൻ. വൈസലിനെ തട്ടിക്കൊണ്ടുപോയി ഒളിവിൽ പാർപ്പിച്ചിരുന്ന ചേരാവള്ളിയിലെ വീട്ടിലും കായംകുളത്തെ SBI ATMിലുമാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. തെളിവെടുപ്പിന് ശേഷം മെഡിക്കൽ പരിശോധനയ്ക്കായി കായംകുളം താലൂക്ക് ആശുപത്രിയിലും പ്രതികളെ എത്തിച്ചു. CDNet ന്യൂസ്, കായംകുളം.